നിങ്ങൾ എന്തിന് ഗാന്ധി ചിത്രം തകർക്കാൻ പോയി? നാണം കെട്ട രീതിയിൽ പിന്നെ അതിനെ ന്യായീകരിക്കാൻ നോക്കുക. സർ, ഇടിമുറിയിലൂടെ വളർന്നു വന്ന പ്രസ്ഥാനമല്ല SFI. ഈ കേരളത്തിലെ വിവിധ കലാലയങ്ങളിലും നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നിറഞ്ഞു നിന്ന സംഘടനയായിരുന്നില്ലേ KSU? ഓർമ്മയില്ലേ? നിങ്ങൾ നടത്തിയ ആക്രമണങ്ങളെ വിവിധ തലങ്ങളിൽ നേരിട്ടുകൊണ്ട് തന്നെയല്ലേ SFI വളർന്നു വന്നത്? നമ്മളെല്ലാവരും പൊതുവെ അംഗീകരിക്കുന്നതും RSSന് വലിയ വിഷമമുണ്ടാക്കുന്നതുമായ ഒരു പേരും ചിത്രവുമാണല്ലോ മഹാത്മാഗാന്ധിയുടേത്. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിലുണ്ടായിരുന്ന ഗാന്ധി ചിത്രം SFIക്കാർ തകർത്തുവെന്നായിരുന്നല്ലോ വലിയ പ്രചരണം അഴിച്ചുവിട്ടിരുന്നത്. അത് ഇപ്പോൾ ശബ്ദമുണ്ടാക്കുന്നവരെക്കാളും കടുത്ത ശബ്ദത്തിലും നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചതാണല്ലോ സർ. പക്ഷേ പിന്നീട് വസ്തുതകൾ കൃത്യമായി പുറത്തു വന്നല്ലോ. എന്താണ് ആ വസ്തുത? SFIക്കാർ ഓഫീസ് വിട്ടിറങ്ങുന്നു. ആ ഘട്ടത്തിൽ ഗാന്ധി ചിത്രം അവിടെയുണ്ട് സർ. ആ ഓഫീസിൽ കയറിയ SFIക്കാർ മുഴുവൻ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഗാന്ധി ചിത്രത്തിന് ഒരു കേടുമില്ല. ഗാന്ധി ചിത്രം അവിടെയുണ്ട്. അതിനുശേഷം ഗാന്ധി ചിത്രം തകർക്കപ്പെട്ടു. സർ, ആരാണ് ഗാന്ധി ചിത്രം തകർത്തതപ്പോൾ? അവിടെയുള്ളത് കോൺഗ്രസ്സുകാർ മാത്രമാണ്. ഗാന്ധി ചിത്രം തകർത്തതിൻ്റെ പേരിൽ എന്താണ് പറയാനുള്ളത്? നിങ്ങൾ എന്തിന് ഗാന്ധി ചിത്രം തകർക്കാൻ പോയി? നാണം കെട്ട രീതിയിൽ പിന്നെ അതിനെ ന്യായീകരിക്കാൻ നോക്കുക. നാണം കെട്ട രീതിയിൽ അംഗീകരിക്കല്ല വേണ്ടത്, അതിനെ ന്യായീകരിക്കല്ല വേണ്ടത്. അങ്ങനൊരു അബദ്ധം പറ്റിയെന്ന് പറയാ വേണ്ടത്. നിങ്ങളുടെ ചെറുപ്പക്കാർ ഇങ്ങനെ കാണിച്ചില്ലെങ്കിൽ ആ ഗാന്ധി ചിത്രം തകർത്തത് ശരിയല്ല എന്ന് പറയാനുള്ള ആർജവമാണ് കാണിക്കേണ്ടത്. വെറുതെ കയ്യുയർത്തി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല കേട്ടോ. അടുത്ത ദിവസമാണല്ലോ നമ്മുടെ AKG സെന്റർ ആക്രമണ കേസിലുള്ള ഒരു ആളെ അറസ്റ്റ് ചെയ്തത്. എന്തായിരുന്നു ആ ഘട്ടത്തിലുണ്ടായിരുന്ന പരിഹാസം? ഇവിടെ തന്നെ എത്രമാത്രം ചോദ്യങ്ങളായിരുന്നു പരിഹാസപൂർവ്വം ചോദിച്ചിരുന്നത്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ വേണ്ടപ്പെട്ട ആളുകൾ തന്നെയല്ലേ പിടിയിലായത്? ഈ കഴിഞ്ഞ ദിവസം പിടിയിലായ ആള് ഇതിൻ്റെ മുഖ്യ ആസൂത്രകനായിരുന്നു എന്ന് വ്യക്തമായില്ലേ സർ? അതേസമയം തന്നെ അദ്ദേഹം മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു KPCC പ്രസിഡന്റിൻ്റെ അടുത്ത അനുയായിയായിരുന്നു. ഞാനൊരു ദിവസം വിമാനത്തിൽ സഞ്ചരിക്കുമ്പോൾ അവിടെ ആ വിമാനത്തിൽ വെച്ച് ആക്രമിക്കാൻ ശ്രമമുണ്ടായല്ലോ. ആ ദിവസം ഇതേ വ്യക്തി ആ വിമാനത്തിലുണ്ടായിരുന്നു എന്നും ഇപ്പോൾ പുറത്തു വന്നില്ലേ സർ? നമ്മളെല്ലാവരും ഓർക്കുന്നൊരു കാര്യമല്ലേ, കുറച്ച് വർഷം മുൻപ് നമ്മുടെ ഇവിടുത്തെ യൂണിവേഴ്സിറ്റി കോളേജിൽ SFIക്കാർ ചാപ്പകുത്തി എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന വൻപിച്ച പ്രചരണം. ഏതായിരുന്നു ബഹളം? എന്തെല്ലാം കലാപങ്ങളായിരുന്നു അതിൻ്റെ മേലെ സംഘടിപ്പിച്ചിരുന്നത്. ഇതേ ആള്, ഈ ചാപ്പ കുത്തപ്പെട്ട ആള്, അദ്ദേഹം KSU വിദ്യാർത്ഥി നേതാവായിരുന്നല്ലോ. അദ്ദേഹം പിന്നീട് പറഞ്ഞതെന്താ? ഇത് ഗൂഢാലോചന വഴി സ്വയം സൃഷ്ടിച്ചതാണ് എന്ന് പറയുന്ന നിലയുണ്ടായില്ലേ സർ? ഇവിടെ SFIയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ കാണേണ്ടത് ഈ കേരളത്തിൽ ഏറ്റവും ഒടുവിൽ രക്തസാക്ഷിയായ ധീരജ് രാജേന്ദ്രൻ അടക്കം 35 പേരാണ് SFIയുടെ പ്രവർത്തനം നടത്തിയതിൻ്റെ പേരിൽ കൊല ചെയ്യപ്പെട്ടത്. ഇവിടെ ഏതെങ്കിലും ഇത്തരമൊരു അനുഭവം KSUവിന് പറയാനുണ്ടോ? ധീരജ് രാജേന്ദ്രന്റെ ആ അരുൺ കൊലയെപ്പറ്റി ഇവരുടെ പ്രധാനപ്പെട്ട നേതാവ് പ്രതികരിച്ചത് എന്തായിരുന്നു എന്ന് ഓർമ്മയില്ലേ? എരന്ന് വാങ്ങിയ അല്ലേ, അതല്ലേ പറഞ്ഞിരുന്നത് സർ? എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? കൊല നടത്തുക, നടത്തിയ കൊലയെ നിർലജ്ജം ന്യായീകരിക്കുക, ആ കൊലയാളികളെ സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക. നമ്മുടെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിൽ ഇടിമുറി സർ, ഇടിമുറിയിലൂടെ വളർന്നു വന്ന പ്രസ്ഥാനമല്ല SFI. ഈ കേരളത്തിലെ വിവിധ കലാലയങ്ങളിലും നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നിറഞ്ഞു നിന്ന സംഘടനയായിരുന്നില്ലേ KSU? ഓർമ്മയില്ലേ? നിങ്ങൾ ചിലർക്ക് ഓർമ്മയുണ്ടാവില്ല, ചെറുപ്പക്കാർക്ക്. മറ്റുള്ളവർക്ക് ഓർമ്മയുണ്ട്. തിരുവഞ്ചൂരിനൊക്കെ നല്ല ഓർമ്മയുള്ളത് അതിൻ്റെ കാര്യങ്ങൾ. അത് ഓർമ്മയില്ലേ? നിറഞ്ഞു നിന്നായിരുന്നില്ലേ?
എങ്ങനെയാണ് നിങ്ങൾ ശോഷിച്ചു പോയത്? എങ്ങനെയാണ് ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തിയത്? ഇന്നത്തെ അവസ്ഥയിൽ എങ്ങനെ എത്തി? ഇതല്ലേ ആലോചിക്കേണ്ടത്. ഇടിമുറിയിലൂടെയാണോ? നിങ്ങൾ നടത്തിയ ആക്രമണങ്ങളെ വിവിധ തലങ്ങളിൽ നേരിട്ടുകൊണ്ട് തന്നെയല്ലേ SFI വളർന്നു വന്നത്? ആ SFIയുടെ വളർച്ച പടിപടിയായിട്ടല്ലേ ഇവിടെ ഉണ്ടായിട്ടുള്ളത്? ഏതെങ്കിലും ഒരു ദിവസം ഉണ്ടായതാണോ? പെട്ടെന്നങ്ങ് സംഭവിച്ചതാണോ? എന്തെല്ലാം അതിക്രമങ്ങൾ അതിൻ്റെ ഭാഗമായി നേരിടേണ്ടി വന്നു. അതിനിടക്കല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ എണ്ണം 35 ധീരരായ സഖാക്കൾ അവരുടെ ജീവൻ വെടിയുന്ന അവസ്ഥ സൃഷ്ടിക്കേണ്ടി വന്നത്. അതിന് പലതിനും കാരണക്കാരായവർ, അതിൻ്റെ രാഷ്ട്രീയ കാരണക്കാർ നിങ്ങളല്ലേ പലതിനും. ഓർക്കണ്ടേ അത്? തകർന്നുപോയോ ആ പ്രസ്ഥാനം? ആ നിറഞ്ഞു നിൽക്കുന്ന പ്രസ്ഥാനത്തെ വല്ലാതെ താറടിച്ച് കാണിക്കേണ്ടത് നിങ്ങളെ ആവശ്യമായിരിക്കാം. നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാകുമ്പോൾ ചില നടക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതിനെ ന്യായീകരിക്കാൻ ഞങ്ങളുടെ പണിയിൽപ്പെട്ടതല്ല. അതും നിങ്ങൾ മനസ്സിലാക്കണം. തെറ്റായ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് തന്നെ പറയും. ആ തെറ്റ് തിരുത്തിച്ചിട്ടുമുണ്ട്. അതാണ് ആ സംഘടനയുടെ പ്രത്യേകത.